ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച പോയതാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് വീഡിയോസൊന്നും വല്ലാതെ എടുത്തിട്ടില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ടില്ല, പിന്നെ ആരെങ്കിലും ഇങ്ങനെ എടുത്തു തരണം. അപ്പോൾ മക്കൾക്കും തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് സമയം രാവിലെ ഒന്നല്ല കേട്ടോ, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുളിയും നനയൊക്കെ കണക്ക് തന്നെയാണ് കേട്ടോ. നന്ന രാവിലെ ഒന്നും നടക്കൂല. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് ഒരു 8:30 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കുളിക്കാനും തിരുമ്പാനൊക്കെ നിന്നിട്ടുള്ളത്. ചായ കുടിച്ചേക്കാണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അമ്മ വീട്ടിലില്ല കേട്ടോ. അമ്മയ്ക്ക് ഇന്നും പണിയുണ്ട്, ഞായറാഴ്ചയായിട്ടും പണിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ നമുക്ക് ലീവ് എടുക്കണമെങ്കിൽ എടുക്കാന്നുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് അവധിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അമ്മ ശനിയാഴ്ച ലീവ് ആയിരുന്നു, പിന്നെ ഞായറാഴ്ചയും കൂടിയും പോവാതിരുന്നാൽ മോശമല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അമ്മ ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിൽക്കാൻ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അച്ഛൻ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അവിടെ ആയിരുന്നു. ഇപ്പം ഇങ്ങോട്ട് ഞങ്ങൾ പോന്നപ്പോൾ ഇവിടേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം അച്ഛന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഏതായാലും തിരുമ്പാനുള്ളത് കുറേ മെഷീനിലിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കല്ലുമ്മൽ തിരുമ്പാണ്ടായിരുന്നു. അതൊക്കെ കല്ലുമ്മലും തിരുമ്പലൊക്കെ കഴിഞ്ഞ് അപ്പോൾ മെഷീനിലിട്ടത് ശരിക്കും ഇങ്ങോട്ട് തിരുമ്പി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണ ഇന്നലെ നാളികേരം ഇട്ടപ്പോൾ അച്ഛനോട് ഞാനൊരു 4-5 കരിക്കിടാൻ പറഞ്ഞിരുന്നു. ക്ഷീണത്തിനൊക്കെ കുടിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അച്ഛന് വേണ്ടി ഇട്ടതാണ്. പക്ഷേ എങ്കിൽ മക്കളുണ്ടാകുമ്പോൾ പിന്നെ അതൊന്നും നടക്കൂലല്ലോ. അപ്പോൾ മക്കൾക്ക് അച്ഛൻ വെട്ടി കൊടുത്തു. അപ്പോൾ അങ്ങനെ അച്ഛയും കുട്ടികളും കൂടിയൊക്കെ പിന്നെ ഇളനീരൊക്കെ കുടിക്കുകയും അത് തിന്നുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്കുള്ളത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾ തിന്നണ ആ സമയത്ത് നന്ദു എനിക്ക് കുറച്ച് കൊണ്ടുവന്ന് തന്നിരുന്നു കേട്ടോ. നന്ദുവിന് എന്ത് കിട്ടിയാലും തരണം. ഓനത് വല്ലാത്തൊരു ഇഷ്ടമാണ് അങ്ങനെ തരുന്നത്. അപ്പോൾ മറ്റോല് തരായിട്ടല്ല, പക്ഷെ അതിൻ്റെ മുന്നേ ഓൻ കൊണ്ടുവന്നിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ഇതാക്കണ തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനതൊക്കെ മെഷീനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തോരയിടുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഞാൻ ഈ ഒരു സൈഡിലിട്ട് മൊത്തം ഞാൻ കല്ലുമ്മല തിരുമ്പിയിട്ടുള്ളതാണ്. അപ്പോൾ മെഷീനിലും ഒരു ട്രിപ്പാണ്ട് ഇട്ടു. അപ്പോൾ കുറച്ചധികം തന്നെ തിരുമ്പാണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളും കൂടി ഉള്ളതല്ലേ. അപ്പോൾ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എന്നൊന്നും മെഷീനിലിടൂല കേട്ടോ, കല്ലുമ്മ തിരുമ്പും. അപ്പോൾ അച്ഛനോട് പറഞ്ഞു കല്ലുമ്മ തിരുമ്പണ്ടൊക്കെ കൂടെ പിന്നെ മെഷീനിലിട്ടലാന്നൊക്കെ പറഞ്ഞു. പിന്നെ 2 ട്രിപ്പായിട്ട് ഇടണ്ടേ, അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ കാട്ടിയത്. അപ്പോൾ കുളിക്കലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ള ഇളനീരും വെള്ളവും ഒക്കെ ഇതാക്കണം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് തിന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഇളനീരിൻ്റെ വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 കൂടിയും വെട്ടാനും ഉണ്ട് അവിടെ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം വീട്ടിലേക്ക് പോരും. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ അത് നമ്മൾ തിങ്കളാഴ്ചയല്ലേ ഇടുള്ളൂ. അപ്പോൾ അതങ്ങനെ ഇളനീരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ അങ്ങനെ തിന്നുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. മൂത്തതിനേക്കാളും രസം എപ്പോഴും ഇളനീരല്ലേ. അപ്പോൾ വെള്ളം തന്നെ നല്ല മധുരം കേട്ടോ. അപ്പോൾ അത് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇളനീരൊക്കെ ചിലരൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടും അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടൊക്കെ അങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പൊക്കെയാണെന്ന് പറയണേക്കാം. ഇത് എന്തായാലും വെള്ളത്തിലിട്ടൊന്നും വെച്ചിട്ടില്ല, ഫ്രിഡ്ജിലും വെച്ചിട്ടില്ല, പുറത്ത് തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചപ്പോൾ അനുട്ടി ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയപ്പോഴേ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അനുമോള് പറയായിരുന്നു അമ്മ സിന്ദൂരം പൊട്ടൊന്നും ഇട്ടിട്ടില്ലല്ലോ, വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ അങ്ങനെയൊന്നുമില്ല. എനിക്കിത് കുളി കഴിഞ്ഞ ഇടല് നിർബന്ധമാണ്. അങ്ങനെ ഒരു ശീലമുണ്ട്. ചിലപ്പോൾ ഒക്കെ അങ്ങോട്ട് തിരക്കാവുമ്പോൾ മറക്കുന്നല്ലേ. അപ്പോൾ പിന്നെ ഞാൻ പോയി ഇട്ടു കേട്ടോ. മക്കൾക്കും തന്നെ ഇത് കണ്ട് ശീലമായിട്ടേ ഒലിക്കില്ലെങ്കിൽ ഒലിക്കും ഒരു പൊറുതിയേടാണ്. അപ്പോൾ ഏകദേശം 10-10:30 ആയപ്പോൾ പിന്നെ അച്ഛന് കഞ്ഞി കൊടുക്കാൻ തന്നതാണ്. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ അച്ഛൻ ചായ കുടിക്കും. പിന്നെ ചായയും കടിയെന്ന് പറഞ്ഞാൽ ഓവറായിട്ടൊന്നും തിന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് മോശം തന്നെയാണ് തീറ്റ. ഇപ്പം ഞങ്ങൾ ഉണ്ടാവുകൊണ്ടും പിന്നെ അവിടെ വന്നപ്പോഴും കുറച്ചൊക്കെ തീറ്റ തുടങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്കാണെങ്കിൽ പൊതുവേ തീറ്റ കുറവാണ്. അപ്പം അച്ഛന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കഞ്ഞി കൊടുക്കുന്നത്. അച്ഛനൊക്കെ കൊഴുപ്പൊന്നും അധികം പറ്റൂല കേട്ടോ. കൊളസ്ട്രോളൊക്കെ ഉണ്ടാകുകൊണ്ടേ ഇപ്പം ഒഴിവാക്കാൻ പറ്റണത് നമുക്ക് ഒഴിവാക്കുക തന്നെയല്ലേ നല്ലത്. അപ്പോൾ എന്തായാലും തിളച്ച വെള്ളമോ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചാണ്ട് കഞ്ഞിയാക്കിയിട്ട് അങ്ങനെ കൊടുക്കുക ചെയ്യുക. അപ്പോൾ കഞ്ഞി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് തന്നെ വിളമ്പിയിട്ടുള്ളൂ. പിന്നെ അമ്മ രാവിലെ പോയപ്പോൾ ചോറ് വെക്കലും അതേപോലെ മീൻ വറുത്തിട്ടുണ്ട്, ഉണക്കമീൻ ഉണ്ടായിരുന്നു അത് വറുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ മാങ്ങയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട്, മുരിങ്ങ ഉപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങ അച്ചയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ചമ്മന്തിയും മീനും കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അച്ഛ ഇതിലെ മീൻകാരൻ പോയപ്പോൾ 7:30 ആകുമ്പോൾ ഒരു മീൻകാരൻ വരും കേട്ടോ. അപ്പോൾ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. എന്നിട്ടാണ് കുളിക്കാനൊക്കെ പോയത്. അപ്പോൾ അച്ഛ ചോദിക്കുക മീൻ കറി വെച്ചില്ലേ ചോദിക്കുക. അച്ഛയ്ക്ക് ഇപ്പോൾ മീനിനോടൊന്നും വലിയ താല്പര്യമല്ല. അപ്പോൾ മീൻ കറി വെച്ചില്ലേ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഫ്രിഡ്ജിലുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അതാ കുട്ടിച്ചേൻ്റെ കുട്ടി കിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഒപ്പം നന്ദു അങ്ങനെ കളിക്കുകയാണ്.
അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ കണ്ണവിടെ രണ്ടാമത്തെ ചായ കുടിയാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ പരിപാടി തീറ്റയും അതുപോലെ TV കാണലുമാണ്. ഓൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓൾക്ക് തോന്നണ്ട് വെച്ചുണ്ടാക്കി വെക്കും കേട്ടോ. ഓലെ ഇഷ്ടത്തിന് തിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്നോട് നെയ്ച്ചോറ് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ അമ്മ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു താല്പര്യമില്ല കേട്ടോ വെക്കാൻ. എല്ലാവരും വേണം വീട്ടിൽ, എന്നാലുള്ളൂ ഒരു രസം ഉണ്ടാകുക. പ്രത്യേകിച്ചും അമ്മമാർ വേണം കേട്ടോ വീട്ടിൽ. നമ്മൾ വിരുന്നൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കണം തോന്നണം എന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛനും അമ്മയൊക്കെ വേണം, എന്നാലുള്ളൊരു സുഖം ഉണ്ടാവുക. അപ്പം ഇന്ന് എന്തായാലും എനിക്കൊരു സുഖമില്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു. അമ്മ ഇല്ലാത്തതിൻ്റെ ആ ഒരു മൂഡ് ഓഫ് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ അതാ കുളിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ മീൻകറി വെക്കാൻ ഒരുങ്ങണത്. അപ്പം അന്നൂട്ടി പറയുന്നുണ്ട് ഇന്ന് ഞാൻ വെക്കട്ടെ അമ്മ, ഞാൻ വെക്കട്ടെ എന്ന് കുറേ ആയി ചോദിക്കണേ. അപ്പം ഇന്ന് എന്തായാലും ഓളെ കൊണ്ട് വെപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ എങ്കിൽ എണ്ണയിൽ ഇങ്ങനെ ഉലുവയൊക്കെ പൊട്ടിക്കുമ്പോൾ ഒക്കെ പേടിയാണ്. അപ്പോൾ അതൊക്കെ അമ്മ ചെയ്ത ഉള്ളിയൊക്കെ വാട്ടുന്ന സമയത്ത് ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും മൺചട്ടി എടുത്തു കൊടുത്തിട്ട്, ഇവിടെ കുറേ മൺചട്ടി ഉണ്ട് കേട്ടോ, പല സൈസിലുള്ള മൺചട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൺചട്ടി എടുത്തു കൊടുത്തിട്ട് അതിലാദ്യം എണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് മൂപ്പിച്ചു. ഒക്കെ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഇതാക്കണതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സവോളല്ലേ അതൊരു ഒന്നെടുത്തിട്ടുണ്ട്, വലിയ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ അരിഞ്ഞ് വെച്ചത് ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. പിന്നെ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരു പാത്രം ഉണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ, കുറേ പൊടികളും ഐറ്റംസൊക്കെ നമുക്ക് വിട്ടേക്കാം. അപ്പോൾ ഞാൻ നാളെ ദിവസം പറഞ്ഞില്ല ഇങ്ങനത്തെ മാജിക് ബോക്സ് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, വാങ്ങിക്കണം എന്തായാലും. അതങ്ങനെ മറന്നു പോയിട്ടാണ്, അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഓർമ്മ ഉണ്ടാവില്ല, അല്ലാത്തപ്പോഴാവും ഇങ്ങനെ ഓർക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ പറയായിരുന്നു മുളക് പൊടി കുറവുണ്ട് തോന്നുന്നുണ്ട്. അമ്മ പറഞ്ഞിരുന്നു നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു മീൻകറി വെക്കുമ്പോൾ കുറച്ച് മുളക് ഇട്ടുകൊണ്ട് കേട്ടോ, ഇന്നലത്തെ മീൻകറി തന്നെ മുളക് കയറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേശ്ശെ ഇട്ടിട്ടാണ് മൂപ്പിച്ചെടുത്തത്. പിന്നെ അതാ 2 തക്കാളി 3-4 പച്ചമുളകൊക്കെ കീറി വെച്ചിരുന്നു, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മീൻകറി വെക്കുമ്പോൾ തന്നെയാണ്, വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവളോട് ഞാൻ പറയായിരുന്നു കേട്ടോ ചൂടൊന്നും ഉണ്ടാവില്ല ചട്ടിമ പിടിച്ചു നോക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത്. ഞാൻ വെറുതെ ഓളാ മുഖത്തിൻ്റെ ഭാവം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ സത്യത്തിൽ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്. പിന്നെ മൺചട്ടിയല്ലേ അങ്ങനെ അങ്ങോട്ട് ചൂടായി പഴുത്തിരിക്കൊന്നുമില്ല. പിന്നെ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു. പുളിവെള്ളമൊക്കെ ഞാൻ പിഴിഞ്ഞൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു. ഏതായാലും ഓളെ പൂതിയല്ലേ ഓള് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏട്ടനോട് പറയുന്നുണ്ട് എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഏട്ടാ, ഞാനാണ് മീൻകറി വെക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഓള് വെക്കുന്നത് കേട്ടോ. വെച്ചുണ്ടാക്കണ പണി ഇഷ്ടമാണ് ഇപ്പോഴൊക്കെ, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. പക്ഷേ എങ്കിൽ ഇപ്പം നമ്മൾ എടുപ്പിക്കാനായിട്ടില്ലല്ലോ, പേടിയല്ലേ. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അടുപ്പത്തുള്ളൊരു പണി എടുപ്പിക്കാൻ. ഈ ഒരു പ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ വെച്ചുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ എൻ്റെ അമ്മയ്ക്ക് പയ്യ ഉണ്ടായിരുന്നു കേട്ടോ, അതായത് പശു. ഞങ്ങളിവിടെ പയ്യ എന്ന് പറയും, പശു എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നാടൻ ഭാഷയിൽ പയ്യെന്ന് പറയും കേട്ടോ. അതാണ് അങ്ങനെ പറഞ്ഞത്. ചിലർ ചോദിക്കും ഇനി പയ്യെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ചോദിക്കൂലേ. പക്ഷേ പശുവിനാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാവുകൊണ്ട് ഇവിടെ പുല്ലിനൊക്കെ പോകണ്ടേ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പഠിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് അമ്മ പണിക്കൊക്കെ ഇറങ്ങിയത് കേട്ടോ. ആദ്യം മുതലേ അമ്മ പണിക്കൊന്നും പോകണില്ല. പിന്നെ മീൻകറിയൊക്കെ അടുപ്പത്ത് വെച്ച് അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ തുടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് 4 മണിക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കുമ്പോൾ മൈദയും കടലമാവൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വരുമ്പോഴേ അതൊക്കെ ചിലവാകുള്ളൂ. അപ്പോൾ അമ്മ ഇന്നലെ അങ്ങനെ പറഞ്ഞിരുന്നു നമുക്ക് ഉള്ളിവട ഉണ്ടാക്കണം എന്നൊക്കെ. ഇന്നലെ അമ്മ ലീവ് എടുത്തപ്പോൾ കുറേ നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ കഴിച്ചു കൂട്ടിയായിരുന്നില്ലേ, ഒരു കാര്യവും നടന്നില്ല കേട്ടോ. പണികളും കാര്യമായിട്ട് നടന്നില്ല, വെറും വെച്ചുണ്ടാക്കി തിന്നൽ മാത്രമേ നടന്നിട്ടുള്ളൂ, വേറൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ച എന്തായാലും കൊക്കവട ഉണ്ടാക്കാന്നുള്ളത്. ഉള്ളിവട ആവുമ്പോൾ ആ ഒരു സമയത്തല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാവുമ്പോൾ മാവൊക്കെ കൂട്ടി വെച്ചാൽ എളുപ്പമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പോവും വേണ്ടേ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അമ്മ പുതിയ ചോപ്പർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ചോപ്പർ കണ്ടിട്ട് അമ്മയ്ക്ക് കുറേ ആയി പൂതിയാവണേ. അപ്പോൾ അങ്ങനെ ഇത് കുറച്ച് അത്യാവശ്യം വലിയ ചോപ്പർ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം ഒരുമിച്ചാണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ 3-4 വലിയാണ്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൊടിഞ്ഞങ്ങോട്ട് അരിഞ്ഞിട്ടു കേട്ടോ. സുഖമാണ് ഈ ഒരു സംഭവം. പിന്നെ അതിലേക്ക് കടലമാവ്, മൈദപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അതേപോലെ തന്നെ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കായത്തിൻ്റെ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് പുതിർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അലിയിച്ചെടുത്തിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി. നമ്മളെ കറിക്കായല്ലേ സാമ്പാർ കായം, അതാണ് കേട്ടോ.
പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരിത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അധികം ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് അതിങ്ങനെ പിച്ചി ചീന്തി ഇതിലിട്ട് കൊടുത്താലും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചിക്കൻ പൊക്കവടയൊക്കെ ഉണ്ടാക്കൂലേ, ഇല്ലെങ്കിൽ ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് അങ്ങനെ പൊക്കവട ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മളെ കയ്യിൽ ഇപ്പോൾ ചിക്കനും മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യണത്. മീനാണെങ്കിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പലതും പല ടേസ്റ്റിലും ആണെന്ന് പറഞ്ഞില്ലേ. നല്ല കട്ടിയുള്ള ഇറച്ചിയുള്ള മീനിൻ്റെതൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേറൊന്നും ചേർക്കാതെ അതവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പക്കാരോ അങ്ങനത്തെ ഈസ്റ്റോ സംഭവങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നല്ലോണം ഉണ്ട് മിക്സാക്കി വെച്ചു. ഇനി ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ രാവിലെ അടിച്ചു വാരിയൊക്കെ ഇട്ടതാണ്, പിന്നെ തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് തുടയ്ക്കാൻ നിന്നത്. ഇവിടെ വന്നാൽ തുടയ്ക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ വീട് കുഞ്ഞു വീടാണ്, അതുകൊണ്ട് എളുപ്പം പണികൾ തീരുന്നു പറഞ്ഞില്ലേ. അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ സുഖമാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആകാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഇത്ര സ്ഥലമാണ് ഏറ്റവും നല്ലത്, നമ്മൾ ഒരുപാട് സ്ഥലം എന്തിനാണ് ശരിക്കും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കും. എന്താ വെച്ചാൽ കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ പോരെ. ഒരുപാട് വലിയ വലിയ സ്ഥലങ്ങളും റൂമുകളും ഒന്നും വേണ്ട ഒരാവശ്യമല്ല. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും വലിയതിനോടല്ലേ ആഗ്രഹം. അതുകൊണ്ടാണ് ഇപ്പോൾ കയറ്റുന്ന വീടൊക്കെ എപ്പോഴും നല്ല അത്യാവശ്യം വലിയ വീട് തന്നെയാവും. ശരിക്കും ഈ ഒരു ഹാളിനേക്കാളും ഉണ്ടാവും ഓരോ റൂമുകളും എന്ന് പറഞ്ഞില്ലേ. നമ്മളെ റൂമുകളും കുഞ്ഞിയതാണ്. ഒരു കട്ടിലും അലമാരി ഇട്ടാൽ പിന്നെ ഒരു ഇത്തിരി സ്ഥലമേ ബാക്കിയുള്ളൂ കേട്ടോ. എന്നാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു വീട്. ഈ ഒരു വീട് ഇങ്ങനെ ആയി കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ അന്നത്തെ കാലത്ത്. അപ്പോൾ എന്തായാലും ഇതാ മക്കൾക്ക് ഉച്ച സമയമായപ്പോൾ ചോറ് വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് കൊടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ പിന്നെ ഞാൻ കണ്ണ് മാത്രമേ കുളിക്കലുള്ളൂ കേട്ടോ. മറ്റോലെ 2 മേൽ കഴുകിക്കലുള്ളൂ. തല നനച്ചാൽ എനിക്ക് പേടിയാണ്. അനുമോക്ക് ഇപ്പം തന്നെ ജലദോഷവും ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞാനൊക്കെ ഒരു ഗുളികയൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ രാവിലേക്ക് കുഴപ്പമൊന്നും കണ്ടില്ല. എന്നാലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു തുമ്മലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഇങ്ങനെ കുളിക്കണമൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് ദിവസം കൊണ്ട് കുളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒക്കെ തുടങ്ങിയിട്ടോ. ഒക്കെ ഒരു അലർജീൻ്റെ പ്രശ്നമുണ്ട് പറഞ്ഞില്ലേ, നീരിറക്കം അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതിന് കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കണേ. നന്ന ചെറുപ്പത്തിലൊന്നും ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതാ ഒരു 3:30-4 മണിയൊക്കെ ആവാൻ സമയത്ത് ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ വേണം, പാത്രമൊക്കെ കഴുകിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവാൻ. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോണത്. ആദ്യം വിചാരിച്ച് ബസ്സിന് പോകണം എന്നുള്ളത്. ബസ്സിന് ഇവിടെ നിന്നുകൊണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പഠിക്കാൻ പോയി ഇറങ്ങിയാൽ മതി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് ബസ്സുണ്ട്, അങ്ങനെ പോവാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നു നാളികേരമൊക്കെ കൊണ്ടുപോകാൻ. അപ്പോൾ അത് പൊളിക്കാതെയാണ് കൊണ്ടുപോകണത് കേട്ടോ. പൊളിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കേട് വരുമോ എന്നുള്ളൊരു പേടി. കുറച്ച് നാളികേരം ഇപ്പോൾ അവിടെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഇതും കൂടിയും പൊളിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കേടുവന്നാലോ. അപ്പോൾ പൊളിക്കാതെ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ പോകണം. അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അവിടെ കിടക്കുന്നുണ്ട്, ചായക്ക് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഞാനിതാ കൊക്കവടയൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നന്ദുവിന് ബുൾസേ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. മക്കൾക്ക് ഓംലേറ്റ് വേണമെന്ന് പറഞ്ഞ് അതുണ്ടാക്കി കൊടുത്തു. അതൊക്കെ തിന്നിട്ടാണ് ഇപ്പോൾ ഈ ഇരുത്തം. കൊക്കവടയ്ക്കും വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ 3 കൂടി ഭയങ്കര വർത്താനത്തിലാണ് കേട്ടോ. വർത്താനം ഓവറായിട്ടുണ്ടെങ്കിൽ എടാ എടി എന്നൊക്കെ വിളിക്കും കേട്ടോ നമ്മളെ നന്ദൂട്ടം. അപ്പോൾ ഇതാക്കണം, ഈ ഒരു കുഞ്ഞ് ചീനച്ചട്ടിക്ക് ഒരു കാതുള്ളൂ കേട്ടോ. ഇത് ഞങ്ങൾ എന്താ പറയുക വീട് വെച്ച ഒരു സമയത്ത് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാത് പോയിട്ടുണ്ട്. അതെങ്ങനെയാണ് പോയതെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചീനച്ചട്ടിയിൽ എന്തുണ്ടാക്കണതും നല്ല ഇഷ്ടമാണ്. നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പറായി കിട്ടും. കുഞ്ഞ് ചീനച്ചട്ടിയാണെങ്കിലും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തോട് കൊക്കവട ഉണ്ടാക്കി വയ്ക്കുക തന്നെ ഇവിടെ ഓരോരുത്തർ തിന്നൽ തുടങ്ങിയിട്ടുണ്ട്. മാങ്ങാ ചമ്മന്തിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ തിന്നണത്. അവർക്ക് സോസ് വേണമെന്ന് കുറേ ആയി പറയുന്നത്. പക്ഷേ എങ്കിൽ ഞാൻ ഓയിലില്ല കേട്ടോ, ഇവിടെ വെളിച്ചെണ്ണയാണുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ സോസൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ വെറുതെ കഴിക്കുകയാണ്. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി അച്ഛനും ചായ കൊടുത്തു. അപ്പോൾ അച്ഛൻ ചായ കുടിക്കാൻ വന്ന ഒരു സമയത്ത് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, വീഡിയോ ഇടലും ഒക്കെ ഒരു ഫോണിൽ തന്നെയല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓരോ ഭാഗങ്ങളും കട്ടായി പോകുമെന്ന് പറഞ്ഞില്ലേ. പിന്നെ അതാ ഞങ്ങൾ പോരാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്ദു ആദ്യം ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അച്ഛതാക്കണ നനയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കുറച്ച് കിഴങ്ങുണ്ട് കേട്ടോ മുറ്റത്ത്. അപ്പോൾ ആ ഒരു കിഴങ്ങിന് 3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ നനച്ചു കൊടുക്കും. ഇപ്പോൾ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അച്ഛനും ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് 2-3 ദിവസം കൂടുമ്പോൾ അങ്ങനെ നനച്ച് കൊടുക്കലാണ്. അപ്പോൾ നന്ദു അത് കണ്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനും ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ അമ്മ വരട്ടെ എന്നൊക്കെ ആദ്യം വിചാരിച്ചു. പക്ഷേ എങ്കിൽ അമ്മേനെ കണ്ടിട്ട് പോകുമ്പോഴേക്കും വൈകുന്നേരം ആവും.
അമ്മ ലാസ്റ്റ് 5:30 ബസ്സിനാണ് കേട്ടോ വരിക. അപ്പോഴേക്കും വീട്ടിലെത്തണം. എന്താണെന്ന് വെച്ചാൽ നമ്മളെ അനുമോക്ക് പിറ്റേ ദിവസം പരീക്ഷ ഉണ്ട്, കണ്ണന് കുറേ എഴുതാണ്ട് എന്നൊക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച പോകുന്നതല്ലേ, പുസ്തകം ഒന്നും കൊണ്ടുവരാതെ പോകുന്നത്. സാധാരണ പുസ്തകമൊക്കെ കൊണ്ടുവരലുണ്ട്, ഓരല്ലേ ലാസ്റ്റ് പോകുന്നത്. അപ്പോൾ ബുക്കൊന്നും കൊണ്ടുവരാതെ വന്നേ. പിന്നെ അതാ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ അങ്ങനെ പോകുന്നു. അപ്പോൾ അനിയനും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. ഓനെ പിന്നെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാവുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്